ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നിങ്ങളടക്കം അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു തവണ പരാതി പറഞ്ഞത് അല്ലെങ്കിൽ തുറന്നു പറഞ്ഞതിന് എത്ര വർഷത്തോളം ഡബ്ബിംഗ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണം എന്ന വാക്കൊക്കെ ചെറുതാണെന്ന് തോന്നുന്നു. അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ എത്രയെത്ര വിഗ്രഹങ്ങളാണ് ഉടയുന്നത് ശ്രീമതി ഭാഗ്യലക്ഷ്മി? എനിക്ക് ഇതൊന്നും കേട്ടിട്ട് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. നിങ്ങളൊക്കെയാണെങ്കിൽ ഇത് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നത്. ഇത് കാലകാലങ്ങളായിട്ട് ഇത് മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ മറ്റു ഭാഷകളിൽ സംഭവിക്കുന്നത്. എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട്. കാരണം കേരളത്തിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി സർക്കാർ ഉണ്ടാക്കിയതും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമോ? സത്യത്തിൽ ഞാൻ ആലോചിച്ചു, ഇത്രയും പൈസയും ചെലവാക്കിയിട്ട് വരില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളും ഇതിനെല്ലാം നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയോ ഇതിന് കീഴ്പ്പെടുകയാണല്ലോ എന്നൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നു. റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല. ഇത് കാലാകാലങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നെ ഇനി ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം അടുത്തത് എന്ത് എന്നുള്ളതാണ്. ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10% പോലും വിശ്വാസമില്ല. അല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ചില ശുപാർശകളുണ്ട്. ആഭ്യന്തര പരാതി പരിഹാര സെല്ലടക്കം കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ അടക്കം നിയമനിർമ്മാണം അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുണ്ടാകില്ല, അതൊന്നും പ്രായോഗികമല്ല, അല്ലെങ്കിൽ നടപ്പാവില്ല, പേരിന് മാത്രമായി പോകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കളുടെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് എന്റെ ഉറച്ച വിശ്വാസമാണത്. കാരണം ഞാൻ അന്നും പറയുന്ന ഒരു കാര്യമാണ്, പരാതികളുണ്ട്, പക്ഷെ പരാതിക്കാർ ഉണ്ടാവില്ല. അപ്പോഴും അവർ ഭയപ്പെടും. ആരാണോ പരാതി പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഇന്ന ലൊക്കേഷനിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് ഞാൻ പരാതിപ്പെട്ടാൽ അത് എന്റെ പേരും ഞാൻ ഏത് പ്രൊഡക്ഷനെ കുറിച്ചാണോ ഏത് വ്യക്തിയെ കുറിച്ചാണോ ആ പേര് വിവരങ്ങൾ സഹിതം വേണമല്ലോ ഞാൻ പരാതി കൊടുക്കാൻ. അവിടെ പിന്നീട് ആ വ്യക്തി മാറ്റി നിർത്തപ്പെടുകയാണ്. ആ വ്യക്തിക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവരെ ജോലി ചെയ്യിപ്പിച്ചേ മതിയാവൂ എന്ന് ഇവിടെ നിയമവ്യവസ്ഥ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇത് അപ്പൊ പറയും ഞങ്ങൾക്ക് അവരുടെ ഹെയർ ഡ്രസ്സർ ആണെങ്കിൽ പറയും അവർ ജോലി ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവര് മേക്കപ്പ് ചെയ്തു കൊടുക്കുന്ന രീതി ഇഷ്ടപ്പെടുന്നില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം കൃത്യം വസ്ത്രധാരണം, വസ്ത്രം മാറ്റാനുള്ള ഒരു സൗകര്യം, അതോടൊപ്പം തന്നെ വൃത്തിയുള്ള ശുചിത്വമുള്ള ഒരു ടോയ്ലറ്റ് അതുപോലും ലഭ്യമല്ല. അത് ചില നടന്മാർ അംഗീകരിക്കുന്നുണ്ട്. ഇല്ല, കാരവൻ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്, നടന്മാർക്ക് മാത്രമുള്ളതാണ് കാരവാൻ സംവിധാനം ഉണ്ടെങ്കിൽ. പക്ഷേ ഈ നിർമ്മാതാക്കൾ പറയുകയാണ് അത് വളരെ പണച്ചെലവാണെന്ന്. ഒരു ടോയ്ലറ്റ് ഒക്കെ വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് നൽകാൻ ഇത്രയധികം പണമുണ്ട് ഒരു സിനിമ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവിന്? ഇല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നടന്മാർക്ക് മാത്രമല്ല, ഇവിടെ നടിമാർക്കും കാരവൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നടിമാർക്ക് മാത്രം, പ്രധാനപ്പെട്ട നടന്മാർക്കും പ്രധാനപ്പെട്ട നടിമാർക്കും മാത്രമാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഏതെങ്കിലും ആ പ്രധാനപ്പെട്ട നടിമാർ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കും ഈ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയാൻ സാധിക്കുന്നോ? എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇവിടെ നടപ്പിലാവുള്ളൂ. ആ സ്ത്രീകൾ പറയണം, എനിക്ക് നിങ്ങൾ ഈ കാരവാനിൽ ബാത്റൂം സൗകര്യം ചെയ്തു തന്നു, എനിക്ക് വസ്ത്രം മാറാനും എനിക്ക് ബാത്റൂമിൽ പോകാനും എന്റെ ഭക്ഷണത്തിലും എല്ലാം എനിക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾ തരുന്നുണ്ടോ അതെല്ലാം അവർക്കും നിങ്ങൾ കൊടുക്കണം എന്ന് ഈ WCCയിലെ നടിമാർ ഉൾപ്പെടെ പറയുമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ പറയട്ടെ. നമ്മൾ എല്ലാം ശരിയാണ്. ഇത് പുരുഷാധിപത്യ ലോകമാണ്, ഇത് പുരുഷാധിപത്യ മേഖലയാണ്, സമ്മതിച്ചു. എന്തുകൊണ്ട്? സ്ത്രീകൾ ശക്തരല്ലാത്തത് കൊണ്ടല്ലേ? ഞാൻ ഒരു 4 ദിവസം മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിലാണ് ഞാൻ പറഞ്ഞതാണല്ലോ, WCCയിലെ ഒരംഗം ജോലി ചെയ്യുന്ന ഇടത്ത് തന്നെ മറ്റൊരു സ്ത്രീ അവരുടെ കാരവൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ? പിന്നെ നമ്മൾ എങ്ങനെയാണ് പുരുഷന്മാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത്? ആദ്യം സ്ത്രീകൾ തന്നെ സ്ത്രീകളെ അംഗീകരിക്കാൻ പഠിക്കട്ടെ. സ്ത്രീകൾ ഇപ്പൊ ഞാൻ ഒരാൾക്ക് വേണ്ടി പോരാടുന്നു, എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി പോരാടട്ടെ. അപ്പോഴേ എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്നോടൊപ്പം എല്ലാവരും നിൽക്കുള്ളൂ.